ഇന്നത്തെ നമ്മുടെ യാത്ര സാൽമിയയിൽ എന്ന മെറീന ബീച്ചിലേക്കാണ് കേട്ടോ. കുവൈറ്റിലെ മോസ്റ്റ് പോപ്പുലർ പബ്ലിക് ബീച്ചസിൽ ഒന്നാണ് മെറീന ബീച്ച്. സൈഡിലൊക്കെ ഒത്തിരി ഈന്തപ്പനകളൊക്കെ ആയി കാരണം നല്ല ഭംഗിയുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇത്. അതുമാത്രമല്ല അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ബീച്ച് കൂടിയാണ്. ഈ കടലിൽ കുളിച്ച് എൻജോയ് ചെയ്യാൻ മാത്രമല്ല ഇവിടെ നമുക്ക് റെന്റിന് സൈക്കിളും ബൈക്കും എല്ലാം കിട്ടും. അതൊക്കെ ഓടിച്ച് എൻജോയ് ചെയ്യുകയും ചെയ്യാം. പിന്നെ കുട്ടികൾക്കായിട്ടൊരു സ്കേറ്റിംഗ് ഗ്രൗണ്ടും ഈ ഒരു ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ബീച്ചിലെത്തിയപ്പോൾ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പകലൊക്കെ ഭയങ്കര ചൂടായ കാരണം ഇപ്പോഴത്തെ യാത്രകൾ മുഴുവൻ രാത്രിയിലാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ബീച്ചിന് അവിടെയൊക്കെ നിന്ന് തിരമാലയെ കണ്ട ശേഷം നമുക്കത് അങ്ങനെ ഇരിക്കാനുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ. അവിടെ ഇരുന്നതേ കുറേ നേരം കടലിലോട്ടൊക്കെ നോക്കി വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ആദ്യക്കുട്ടൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. രാത്രിയിലും അവിടുത്തെ ആംബിയൻസ് എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. ഈ മെറീനയുടെ ഈ ഒരു ഏരിയ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ കടയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിക്കുന്നതും അതേ ബോട്ടിൽ വെള്ളം ഇവിടുന്ന് മേടിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി പ്രൈസാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. നമ്മളെന്തായാലും ഇങ്ങനെ സ്പൈറൽ പൊട്ടേറ്റോ ഒക്കെ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചു. പക്ഷെ അത്ര വലിയ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളിത് ഈ കപ്പലുകളൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലേക്ക് പോയി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. അങ്ങനെ കുറേ നേരം വെറൈറ്റി ആയിട്ടുള്ള കപ്പലൊക്കെ കണ്ട് നമ്മൾ ആ വഴി നേരെ മെറീന മാളിൻ്റെ ഉള്ളിലേക്ക് പോയി കേട്ടോ. മെറീന മാൾ ശരിക്കും വേറൊരു വേൾഡാണ് കേട്ടോ. പല ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെയും സ്റ്റോറൊക്കെ ഉള്ള ഒരു അടിപൊളി മോളാണ് നമ്മുടെ മെറീന മോള്. അങ്ങനെ അച്ഛനെയും അമ്മയും നമ്മൾ മെറീന മോളൊക്കെ മുഴുവൻ ചുറ്റി നടത്തി കാണിച്ചു. ഇനി എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ കുവൈറ്റ് വിശേഷംസ്. ബൈ.